പ്രൈസ് ലോർഡ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. കുറേ നാൾക്ക് ശേഷം വീണ്ടും ഒരു ചെറിയൊരു ചിന്തയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കുകയാണ്. ബൈബിളിൽ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. കഥാപാത്രങ്ങളെല്ലാം ജീവിച്ചവരാണ്, വിശുദ്ധന്മാരാണ്. അവരെ ഓരോരുത്തരെയും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ള പാഠങ്ങൾ ഒരുപാടുണ്ട്. എനിക്ക് ഇയ്യോബുവിനെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇയ്യോബുവിനെ പോലെ നീതിമാനുമില്ല, അതുപോലെ ഒരു നീതിമാൻ ഇത്രയധികം കഷ്ടം അനുഭവിച്ചിട്ടുണ്ടാവില്ല. നമ്മളൊക്കെ ഒന്നുമില്ലെങ്കിലും തന്നെ നമ്മൾ പറയും ഞാൻ അങ്ങനെയാണ്, വിശുദ്ധനാണ്, ഞാൻ അങ്ങനെ ജീവിക്കുന്നു, ഇങ്ങനെ ജീവിക്കുന്നു. എന്തെങ്കിലും ചെറിയൊരു തുമ്മൽ, ഒരു മൂക്കിപ്പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ കർത്താവിനോട് നേരെ നിന്ന് ചോദിക്കും, ഞാനെന്തിന് ഇതൊക്കെ സഹിക്കണം, ഞാൻ നിനക്ക് വേണ്ടി അത് ചെയ്തില്ലേ, പ്രാർത്ഥിച്ചില്ലേ, ഉപസിച്ചില്ലേ, ഞാൻ നിനക്ക് അത്രയ്ക്ക് തന്നില്ലേ, അതാണ് ഇതാണെന്ന് നമ്മൾ കർത്താവിനോട് പരാതി പറയും, പിറുപിറുക്കും. പക്ഷേ ഇയ്യോബ് കർത്താവ് അത്രയധികം പിശാച് പരീക്ഷിച്ചപ്പോഴും കർത്താവിനെ ഒരിക്കൽ പോലും തള്ളി പറഞ്ഞിട്ടില്ല. പലരും ഇയ്യോബിനെ തള്ളി പറയാൻ പറഞ്ഞിട്ട് പോലും കർത്താവിനെ ഇയ്യോബ് എന്ത് ചെയ്തില്ല, തള്ളി പറഞ്ഞില്ല. അത്രയ്ക്കും വിശ്വസ്തയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ എല്ലാം നഷ്ടമായി, തനിക്ക് കിട്ടിയ സകലതും നഷ്ടമായി, എല്ലാവരും വിട്ടുപോയി, ആരും അടുത്ത് പോലും വരാൻ പറ്റാത്ത അത്രയും രോഗത്തിൻ്റെ അവസ്ഥയിൽ ചിരട്ടക്കഷ്ണം എടുത്ത് ചിരണ്ടി പുഴുവിനെ എടുത്തെടുത്ത് മാന്തി കളഞ്ഞുകൊണ്ടിരുന്നപ്പോഴും ഒരിക്കൽ പോലും കർത്താവെ എനിക്ക് എന്തിനിത് തന്നു എന്നുള്ളൊരു വാക്ക് കർത്താവിനോട് തിരിച്ചു ചോദിച്ചില്ല. നമ്മളാണെങ്കിൽ പല പ്രാവശ്യം ചോദിച്ചേനെ, ഈവൻ ഞാനാണെങ്കിൽ പോലും ചോദിച്ചേനെ, എന്തിനാണ് കർത്താവേ എനിക്ക് ഇത്ര വലിയ ദുഃഖം, ഒന്നുമില്ലെങ്കിലും ഞാൻ ചോദിച്ചേനെ, എന്തിനാണ് കർത്താവേ എനിക്ക് ഇത്ര വലിയ ദുഃഖമെന്ന്. ഞാൻ ഈ യോബിനെ കുറിച്ച് ഇങ്ങനെ പഠിച്ചു. ഏറ്റവും അവസാനത്തെ അധ്യായം ഇങ്ങനെ വായിക്കുമ്പോൾ 42-ന്റെ 10 തോന്നുന്നു. ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. അത്ര അവസ്ഥയിൽ അത്രയും ബുദ്ധിമുട്ടി, ആരും നോക്കാനില്ലാതെ ചാരത്തിൻ്റെ ഇടയിൽ കിടക്കുമ്പോൾ പോലും തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തോന്നുന്ന ഒരു മനസ്സ്, അതെന്ത് മനസ്സല്ലേ. നമ്മൾ പ്രാർത്ഥിക്കും അങ്ങനെ. ഒന്ന് ആലോചിച്ച് നോക്കി, ഒന്ന് ചിന്തിച്ച് നോക്കി. നമ്മളൊരു ബുദ്ധിമുട്ടിലായിരിക്കുമ്പോൾ വേറൊരാളുടെ ബുദ്ധിമുട്ട് ചുമന്ന് നമ്മൾ പ്രാർത്ഥിക്കും അവർക്ക് വേണ്ടിയില്ല. അപ്പോൾ നമ്മൾ പറയും ഞാനേ ഇത്രയും പ്രശ്നത്തിലിരിക്കാം, അതിൻ്റെ ഇടയ്ക്കാണോ അവൻ്റെ ഒരു പ്രശ്നം നമ്മൾ പറയും തിരിച്ച്. പക്ഷേ ഇയ്യോബ് അങ്ങനെയല്ല. അവൻ്റെ അവസ്ഥകളെല്ലാം മറന്ന് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അത് കർത്താവ് കേട്ട് നീതിയായി കണക്കിട്ട് അവൻ്റെ അവസ്ഥയ്ക്ക് എന്ത് ചെയ്തു, മാറ്റം വരുത്തി. നമ്മളും ഈ ദിവസങ്ങളിൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, പ്രശ്നങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറാവണം. ഈ ദിവസങ്ങളിൽ നശിച്ചുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളുണ്ട്. അവർക്ക് വേണ്ടി ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. നമ്മുടെ പ്രശ്നങ്ങളെ മാറ്റിവെച്ച്, അല്ലെങ്കിൽ നമ്മുടെ പ്രതികൂലങ്ങളെ മാറ്റിവെച്ച് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എന്നും പറഞ്ഞ് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഉടനെ എൻ്റെ പ്രശ്നം മാറും എന്നുള്ള ചിന്തയോടുകൂടിയല്ല, ആത്മാർത്ഥമായി ഈ ദിവസങ്ങളിൽ മറ്റുള്ളവർക്ക് വേണ്ടി നശിച്ചുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം. ഇയ്യോബ് 42-12 ഇങ്ങനെ പറയുന്നു, യഹോവ ഇയ്യോബിൻ്റെ പിൻകാലത്തെ അവൻ്റെ മുൻകാലത്തേക്കാൾ അധികം അനുഗ്രഹിച്ചതെന്ന്. അധികം, അതായത് എത്ര മടങ്ങായിരിക്കും അപ്പോൾ ദൈവം കൊടുത്തത്. ഓൾറെഡി ഇയ്യോബ് നല്ല സമ്പന്നനായിരുന്നു, അതെല്ലാം നഷ്ടമായി പോയി. പക്ഷേ കർത്താവിന് കരുണ തോന്നിയപ്പോൾ കർത്താവ് എന്ത് ചെയ്തു, അധികമായി അനുഗ്രഹിച്ചു. നമ്മളും അങ്ങനെ ഒരു അനുഗ്രഹം നമ്മൾ മേടിച്ചെടുക്കണമെങ്കിൽ ഈ ദിവസങ്ങളിൽ മുട്ടിപ്പായി പ്രാർത്ഥിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഏത് പ്രതികൂല സാഹചര്യത്തിൻ്റെ നടുവിലും കർത്താവിനെ തള്ളിപ്പറയാതെ, പിറുപിറുക്കാതെ കർത്താവിന് മുമ്പിലിരുന്ന് കർത്താവിന് വേണ്ടി എന്ത് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ, അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി ചിലരെ നേടാൻ നമ്മളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക. കൂടുതലായി ജാഗ്രതരായിരുന്ന ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുക. പിശാച് ആരെ വിഴുങ്ങേണ്ടു എന്ന് ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുക, ഊടാടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ അവൻ്റെ കരങ്ങളിൽ നിന്നും നമ്മളെ സൂക്ഷിച്ച് അവൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണി എന്നതുപോലെ കാക്കുന്ന ഒരു കർത്താവ് നമുക്ക് വേണ്ടിയുണ്ട്. അപ്പോൾ അവനെ തിരിച്ച് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് ദിവസങ്ങളിൽ ആലോചിക്കുക, പ്രാർത്ഥിക്കുക. പ്രാർത്ഥന ദിവസങ്ങൾ കൂടുതലായി വേണം. പിശാച് പലതരത്തിലും നമുക്ക് രോഗങ്ങളെ കൊണ്ടുവിടും, പ്രാർത്ഥിക്കാതിരിക്കാൻ നമുക്ക് പ്രശ്നങ്ങളെ കൊണ്ടുവന്നിടും, മനോഭാരങ്ങളെ കൊണ്ടുവന്നിടും, പ്രാർത്ഥിക്കാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്യും. പക്ഷേ ഇതെല്ലാം ജയിച്ച് നമ്മൾ പ്രാർത്ഥനയിൽ ദിവസങ്ങളിൽ ഉറ്റിരിക്കുമ്പോഴാണ് കർത്താവ് നമ്മൾ അനുഗ്രഹിക്കുക. കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായി, അതിനായി ഒരുങ്ങാം. അപ്പോൾ കർത്താവ് നിങ്ങളെ ധാരാളമായി വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഗുഡ് നൈറ്റ്.